നെക്സ്റ്റ് വന്ന് സൈഡ് ഡിസ്റ്റൻസ്. അപ്പൊ സൈഡ് ഡിസ്റ്റൻസ് തന്നെ ആദ്യം എന്താണ് സൈഡ് ഡിസ്റ്റൻസ്? ഇപ്പൊ റോഡിൽ എന്താ വാഹനം ഓടിക്കുന്നവർക്ക് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാല് ജസ്റ്റ് നമുക്ക് കാണാം, എത്ര ഫ്രണ്ടിലോട്ട് നമുക്ക് കാണാൻ പറ്റും, അത് സൈഡ് ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് സൈഡ് ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പൊ നോക്കിയേ, സൈഡ് ഡിസ്റ്റൻസ് ജനറൽ ആയിട്ട് പറയുവാണെങ്കിൽ നമ്മൾ റോഡിൽ കൂടെ സപ്പോസ് ഒരു ഹൊറിസോണ്ടൽ റോഡിന്റെ കാര്യം ഇപ്പൊ ഞാൻ പറയുന്നത്, നമുക്ക് അതിന്റെ എക്സെപ്ഷണൽ കേസസ് ഒക്കെ വരും. ഒരു ഹൊറിസോണ്ടൽ റോഡിൽ കൂടെ ഒരു വണ്ടി ട്രാവൽ ചെയ്യുവാണെങ്കിൽ ഇപ്പൊ അതിന്റെ ഫ്രണ്ടിൽ ഒരു മൂവിംഗ് വെഹിക്കിൾ കാണും, ചിലപ്പോൾ നിർത്തിയിട്ടിരിക്കുന്ന വെഹിക്കിൾ ആയിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ ആയിരിക്കും. അപ്പൊ അതിന് നമുക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റുന്ന അത്രയും ഡിസ്റ്റൻസിന് ആ ഫ്രണ്ടിൽ പോകുന്ന ഒരു പർട്ടിക്കുലർ ഹൈറ്റിന്ന്, ഡ്രൈവർ ഇരിക്കുന്ന ഹൈറ്റ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ലിമിറ്റഡ് ഹൈറ്റ് ആണ്. ആ ഹൈറ്റിൽ നിന്ന് നമുക്ക് മാക്സിമം കാണാവുന്ന ഡിസ്റ്റൻസിന് പറയുന്ന പേരാണ് സൈഡ് ഡിസ്റ്റൻസ്. ഏറ്റവും എളുപ്പത്തിൽ പറയുന്ന ഡെഫിനിഷൻ ആണ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഫ്രണ്ടിൽ എത്ര സ്പേസ് അവൈലബിൾ ആണോ ആ ഒരു വണ്ടിയുടെ തൊട്ട് മുമ്പ്, ഒരു വെഹിക്കിളിന്റെ തൊട്ട് മുമ്പ് അല്ലെങ്കിൽ ഒബ്സ്ട്രക്ഷന് തൊട്ട് മുമ്പുള്ള ആ അവൈലബിൾ ഡിസ്റ്റൻസിന് പറയുന്ന പേരാണ് സൈഡ് ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പൊ സൈഡ് ഡിസ്റ്റൻസ് അവൈലബിൾ ഫ്രം എ പോയിന്റ് ഈസ് ദ ആക്ച്വൽ ഡിസ്റ്റൻസ് അലോങ് ദ റോഡ് സർഫസ് which a driver from a specified height above the carriageway has visibility of stationary or moving object. Okay, പറഞ്ഞ ഒരു മൂവിംഗ് ഒബ്ജക്റ്റ് ആവാം, സ്റ്റേഷനറി ഒബ്ജക്റ്റ് ആവാം, അവിടെ നിന്നും ക്ലിയർ ആയിട്ട് അത് കാണാൻ പറ്റുന്ന ഒരു പർട്ടിക്കുലർ ഹൈറ്റിൽ നിന്നും കാണാൻ പറ്റുന്ന ഡിസ്റ്റൻസിനാണ് അലോങ് ദി കാരേജ് വേ അല്ലെങ്കിൽ അബൌവ് ദ കാരേജ് വേക്ക് അകത്ത് കാണാൻ പറ്റുന്ന ഡിസ്റ്റൻസിനെയാണ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. or it is the length of road visible ahead to the driver at any instant. അല്ലെങ്കിൽ ഏതൊരു ഇൻസ്റ്റന്റ് ഡ്രൈവറിന്റെ ഫ്രണ്ടിൽ കാണുന്ന ഡിസ്റ്റൻസിനെയാണ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇത് അറിഞ്ഞിരിക്കുക. പക്ഷെ നമുക്ക് പഠിക്കാനുള്ള സൈഡ് ഡിസ്റ്റൻസിന്റെ അകത്ത് കുറെ ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്, അപ്പൊ അതത്ര അറിഞ്ഞിരിക്കണം. നോക്കിയേ, കുറെ എക്സെപ്ഷണൽ കേസസ്. ഇപ്പൊ ഹൊറിസോണ്ടലിന്റെ ആണ് പറഞ്ഞത്. ഇനി നോക്കിയേ, ഒരു കർവ് വരുവാണ്. ഇവിടെ ഒരു കർവ്, ഹൊറിസോണ്ടൽ കർവ് ആണ്. ഹൊറിസോണ്ടൽ കർവ് ആവാം, ചിലപ്പോ ഒരു അലൈൻമെന്റ് വെർട്ടിക്കൽ കർവ് ആവാം, എങ്ങനെ വേണമല്ലോ ആവാം. കർവ്സ് വരുന്ന കേസസില് ഇപ്പൊ നോക്കിയേ, ഇത് കാണാമോ? ഞാൻ വരയ്ക്കുന്ന കാണാൻ പറ്റുന്നുണ്ടോ? ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ ഇവിടെ രണ്ട് വെഹിക്കിൾ, ഇപ്പൊ ഒരു വെഹിക്കിൾ ഈ കർവ് സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് ഒരു വെഹിക്കിൾ ഉണ്ട്, അതല്ലാതെ അപ്പുറത്ത് വേറൊരു വെഹിക്കിൾ ഉണ്ട്. ഇത് സപ്പോസ് V1 എന്ന് കൊടുക്കുക. വെലോസിറ്റി അല്ലെ വെഹിക്കിളിന്റെ ജസ്റ്റ് പറയുന്നത് V2. അപ്പൊ ഇത് തമ്മിലുള്ള ലൈൻ ഓഫ് സൈറ്റ്, അപ്പൊ ഇവിടുത്തെ ഡ്രൈവറിന് ആ വെഹിക്കിൾ കാണാൻ പറ്റുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതിനെയാണ് ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ലൈൻ ഓഫ് സൈറ്റ് അല്ല നമുക്ക് വേണ്ടത്, റോഡിൽ കൂടെ ഏത് ഡിസ്റ്റൻസിൽ ആ ഒരു ഒബ്ജക്റ്റിനെ കാണാൻ പറ്റും, ആ ഡിസ്റ്റൻസിന് പറയുന്ന പേരാണ് സൈഡ് ഡിസ്റ്റൻസ്. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയാം. സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ആണെങ്കിൽ ഫ്രണ്ടിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെന്ന് വരും, ഒരു സ്റ്റേഷനറി ഒബ്ജക്റ്റ് ഉണ്ടെന്ന് വരും, അല്ലെങ്കിൽ ഒരു ഒബ്സ്ട്രക്ഷൻ, ആ റോഡിനകത്ത് ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ട്. ഒബ്സ്ട്രക്ഷന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് കാരേജ് വേയുടെ മുകളിൽ നിന്നും ഒരു 0.15 മീറ്റർ അല്ലെ 15 സെന്റിമീറ്റർ. ഇതെല്ലാം IRC റെക്കമെൻഡ് ചെയ്യുന്ന വാല്യൂസ് ആണ് കേട്ടോ. ഒരു സ്റ്റേഷനറി ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് മിനിമം 1.15 വിസിബിൾ ആയിരിക്കണം. പിന്നെ ഡ്രൈവറിന്റെ ഐ എന്ന് പറഞ്ഞാല് ആ റോഡ് സർഫസിൽ നിന്ന് 1.2 മീറ്റർ ഹൈറ്റിലായിരിക്കണം ഡ്രൈവറിന്റെ ഐ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന കേസസിൽ ആ ഹൊറിസോണ്ടൽ ആയിട്ട് വണ്ടിയെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന ആ ഡിസ്റ്റൻസിന് സേഫ് ആയിട്ട് ഈ ഒരു വണ്ടി ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ, ഇത് ഒബ്സ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇവിടം തൊട്ട് നമുക്ക് ഇവിടം വരെ കിട്ടും ആ സൈഡ് ഡിസ്റ്റൻസ്. അപ്പൊ ആ ഡിസ്റ്റൻസിന് പറയുന്ന പേരാണ് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ്. വണ്ടി നിർത്താൻ വേണ്ടി കിട്ടുന്ന സൈഡ് ഡിസ്റ്റൻസിന് പറയുന്ന പേരാണ് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ്. ഓക്കെ, അങ്ങനാണെങ്കിൽ പിന്നെ ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ്. അപ്പൊ രണ്ട് വണ്ടി വരുവാണെങ്കിൽ ഒരു വണ്ടി വേറെ ഓവർടേക്ക് ചെയ്ത് പോകാനുള്ള അത്രയും ഡിസ്റ്റൻസ് അവൈലബിൾ ആണെങ്കിൽ അതിനെ ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയും. പിന്നെ ഇന്റർസെക്ഷൻ വരുവാണെങ്കിൽ ഇപ്പൊ നോക്കിയേ, ഇവിടെ ഒരു ഇന്റർസെക്ഷനാ. ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് ഇതിലേ കൂടെ വണ്ടി വരുന്നുണ്ട്, ഇതിലേ കൂടെ വണ്ടി വരുന്നുണ്ട്, ഇതിലേ കൂടെ എല്ലാ 4 സൈഡിൽ കൂടെ വണ്ടി വരുന്നുണ്ട്. അപ്പൊ സപ്പോസ് ഈ ഒരു സൈഡിൽ കൂടെ വണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ട്, അടുത്ത സൈഡിൽ നിന്ന് ഇങ്ങോട്ട് ഹൊറിസോണ്ടൽ ആയിട്ടും വെർട്ടിക്കൽ ആയിട്ടും വരുന്നുണ്ട്. അപ്പൊ ഇവിടുന്ന് ഈ ഒരു ഒബ്സ്ട്രക്ഷൻ ഒക്കെ കഴിഞ്ഞ് ഇവിടെ ലൈൻ ഓഫ് സൈറ്റ് ഇങ്ങനെ കാണാം. ഇവിടെ ഇരിക്കുന്ന ഡ്രൈവർക്ക് ഈ ഒരു യെല്ലോ വെഹിക്കിൾ ഈ ഒരു ലൈൻ ഓഫ് സൈറ്റ് കാണാൻ പറ്റും. അപ്പൊ ആ ഡ്രൈവറിന് മനസ്സിലാവും വേറൊരു വെഹിക്കിൾ അവിടെ വരുന്നുണ്ട്.
വരുന്നുണ്ടെങ്കിൽ അത് കൊളീഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി എത്ര സ്പേസ് അവൈലബിൾ ആവുന്നുണ്ടോ അതിനെ നമ്മൾ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയും. ഓക്കെ, കൊളീഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഇന്റർസെക്ഷന് കൊളീഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി കിട്ടുന്ന ഡിസ്റ്റൻസിനെ നമ്മൾ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയും. ഓരോ കേസസ് ആട്ടോ. ഹൊറിസോണ്ടൽ കർവിനകത്താണെങ്കിൽ ഡ്രൈവറിന്റെ ആയി 1.2 മീറ്റർ ഹൈറ്റ് ആയിരിക്കണം, ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് 0.15 മീറ്റർ ആയിരിക്കണം. അപ്പൊ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ കിട്ടുന്ന ഡിസ്റ്റൻസിനെയാണ് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി ഇന്റർസെക്ഷൻ എടുക്കുവാണെങ്കിൽ സേഫ് ആയിട്ട് കൊളീഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി കിട്ടുന്ന സേഫ് ഡിസ്റ്റൻസിന് പറയുന്ന പേരാണ് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ്. വെർട്ടിക്കലും അതുപോലെ തന്നെ വരും. കർവ്സിനകത്താണ് ഈ 1.2ഉം 0.15ഉം പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് സൈഡ് ഡിസ്റ്റൻസ്. എന്താന്നൊരു ബ്രീഫ് ഐഡിയക്ക് വേണ്ടി കാണിച്ചതേ ഉള്ളൂ. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ടൈപ്പ് ഓഫ് സൈഡ് ഡിസ്റ്റൻസ്. അപ്പൊ ആദ്യമേ നോക്കേണ്ടത് ജസ്റ്റ് സൈഡ് ഡിസ്റ്റൻസ്. ഈ പേര് പിന്നെയും പിന്നെ റിപ്പീറ്റ് ചെയ്യാൻ കാരണം സ്റ്റോപ്പിംഗ് പറയും, ഓവർടേക്കിംഗ് പറയും, പലതും വേറെ ടൈപ്പ് ഓഫ് സൈഡ് ഡിസ്റ്റൻസ് പറയാൻ പോവാണ്. സൈഡ് ഡിസ്റ്റൻസ് സിംപ്ലി നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ കണ്ടു കഴിഞ്ഞാല് നമുക്ക് വിസിബിൾ എത്ര സ്പേസ് അവൈലബിൾ ആയിട്ടുണ്ടോ ആ അവൈലബിൾ സ്പേസിനെയാണ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി കിട്ടുന്ന ഡിസ്റ്റൻസിനെയാണ് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഡിഫറൻസ് ക്ലിയർ ആണോ? സൈഡ് ഡിസ്റ്റൻസ് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് തമ്മിലുള്ള ഡിഫറൻസ് ക്ലിയർ ആണോ? ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യണം കേട്ടോ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഡെഫിനിഷൻ ചോദിക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. സൈഡ് സ്റ്റോപ്പിംഗ് ചോദിച്ചാൽ സൈഡ് ഡിസ്റ്റൻസിന്റെ ഡെഫിനിഷൻ എഴുതി വെക്കരുത്. മനസ്സിലായോ? നല്ല പിള്ളേരാട്ടോ. ഓക്കെ, അപ്പൊ നോക്കിയേ, സ്റ്റോപ്പിംഗ് സൈഡ് ടൈപ്പ് ഓഫ് സൈഡ് ഡിസ്റ്റൻസ്. ഫസ്റ്റ് വൺ സ്റ്റോപ്പിംഗ്, അല്ലെങ്കിൽ അതിന് പറയുന്ന വേറൊരു പേരാണ് ആബ്സല്യൂട്ട് മിനിമം സൈഡ് ഡിസ്റ്റൻസ്. Stopping side distance is also known as absolute minimum side distance. And second one, overtaking അല്ലെങ്കിൽ safe overtaking or passing side distance. Overtake ചെയ്യാൻ പറ്റണം. ഒരു വെഹിക്കിൾ ഉണ്ട്, വേറൊരു വെഹിക്കിൾ ഉണ്ട്. ഇപ്പൊ 2 ലൈൻ റോഡ് ആണെങ്കിൽ എന്താ പറ്റും, ഇവിടുന്ന് വേറൊരു ലൈൻ ഇങ്ങോട്ട് വരുന്നുണ്ട്, ഇവിടെ ഒരു വെഹിക്കിൾ വരുന്നുണ്ട്, ഇവിടുന്ന് ഒരു വെഹിക്കിൾ പോകുന്നുണ്ട്. നമുക്ക് ഈ വെഹിക്കിള് ഇവിടമായിട്ട് കൊളൈഡ് ചെയ്യാതെ സേഫ് ആയിട്ട് ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്ന ഡിസ്റ്റൻസിനാണ്. ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്. അപ്പൊ ഈ ഒരു വെഹിക്കിൾ ഇങ്ങോട്ട് വരുന്ന ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്യണം. അപ്പൊ അതിനെയാണ് ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓരോന്നും എടുത്ത് പഠിച്ച് ഇക്വേഷൻ പഠിക്കാനുണ്ട്, ഇപ്പൊ മനസ്സിലാവാൻ പറയുന്നതേ ഉള്ളൂ. ഓവർടേക്കിംഗ് പറയുമ്പോൾ പല കാര്യങ്ങൾ, തൊട്ട് മുമ്പുള്ള വെഹിക്കിളിന്റെ പൊസിഷൻ കൺസിഡർ ചെയ്യണം, പിന്നെ ഇവിടെ അവൈലബിൾ ആയ സ്പേസ് നോക്കണം, തിരിച്ച് ഓരോ അതിന്റെ ഓപ്പോസിറ്റ് ലൈനിൽ വരുന്നതിന്റെ ആ ഒരു കൊളീഷൻ അവോയ്ഡ് ചെയ്യുന്ന അത്രയും ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്തിട്ടാണ് ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് എടുക്കുന്നത്. നെക്സ്റ്റ് വൺ, സേഫ് സൈഡ് ഡിസ്റ്റൻസ് ഫോർ എൻറ്ററിങ് ഇൻടു അൺകൺട്രോൾഡ് ഇന്റർസെക്ഷൻ. നേരത്തെ ഞാൻ പറഞ്ഞു അൺകൺട്രോൾഡ് ഇന്റർസെക്ഷൻ. ഇങ്ങനെ ഇന്റർസെക്ഷൻ വരുന്നിടത്ത് സേഫ് സൈഡ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന കൊളീഷൻ അവോയ്ഡ് ചെയ്യാൻ കിട്ടുന്ന സൈഡ് ഡിസ്റ്റൻസിനെയാണ്, ഇവിടുന്ന് ഇവിടോട്ട് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് സേഫ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. പിന്നെ ഇത് കൂടാതെ IRC റെക്കമെൻഡ് ചെയ്ത അഡീഷണൽ 2 സൈഡ് ഡിസ്റ്റൻസിനെയാണ് ഇന്റർമീഡിയറ്റ് സൈഡ്. ഇത് രണ്ടും എക്സ്ട്രാ ആയിട്ട് IRC പറയുന്ന സൈഡ് ഡിസ്റ്റൻസ് ആണ്. ഇന്റർമീഡിയറ്റ് സൈഡ് ഡിസ്റ്റൻസ് ആൻഡ് ഹെഡ്ലൈറ്റ് സൈഡ് ഡിസ്റ്റൻസ്. അത് ഇന്റർമീഡിയറ്റ് എന്ന് പറഞ്ഞാല് ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഒരു കൺജസ്റ്റഡ് റോഡ് ആയിരിക്കും, അപ്പൊ അവിടെ നമുക്ക് ഈ പറയുന്ന ഒരു 2 ലൈൻ ആയിരിക്കും. 2 ലൈൻ ആണെങ്കിലും ആവശ്യത്തിന് വിട്ട് അവിടെ കിട്ടാത്ത കേസിൽ നമുക്ക് ഓവർടേക്ക് ചെയ്യണം. ഓക്കെ, ഓവർടേക്ക് ചെയ്യാം. ചില കേസ് ഓവർടേക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല, ഓവർടേക്ക് ചെയ്യണം. പക്ഷെ ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ഇക്വേഷൻ വെച്ചിട്ട് അവൈലബിൾ അല്ല. അപ്പൊ അങ്ങനെയുള്ള കേസിലാണ് ഇന്റർമീഡിയറ്റ് സൈഡ് ഡിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അതിന് പ്രത്യേകിച്ച് കാൽക്കുലേഷൻ ഒന്നുമില്ല. ഇന്റർമീഡിയറ്റ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 2 ടൈംസ് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ്. ഒരു വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ എടുക്കുന്ന ഡിസ്റ്റൻസിന്റെ ഡബിൾ ഡിസ്റ്റൻസ് അവിടെ അവൈലബിൾ ആണെങ്കിൽ ആ വണ്ടിക്ക് അവിടെ ഓവർടേക്ക് ചെയ്യാം. അപ്പൊ സേഫ് ആണ്, വലിയ പ്രശ്നമില്ല, കൊളീഷൻ ഒന്നും നടക്കത്തില്ല. എങ്ങനെ കേസ്, സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസിന്റെ ഡബിൾ ഡിസ്റ്റൻസ് ആ റോഡിൽ അവൈലബിൾ ആണെങ്കിൽ മാത്രം ഒരു വണ്ടിക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ആ ഡിസ്റ്റൻസിന് പറയുന്ന പേരാണ് ഇന്റർമീഡിയറ്റ് സൈഡ് ഡിസ്റ്റൻസ്. Is recommended by IRC and the value is 2 times stopping side distance and headlight side distance. Headlight side distance എന്ന് പറഞ്ഞാല്
രാത്രി നൈറ്റ് വിഷൻ രാത്രി നമുക്ക് നമ്മളുടെ ഒരു വണ്ടിയുടെ ഹെഡ്ലൈറ്റ് വെച്ചിട്ട് ആ ഹെഡ്ലൈറ്റ് വെച്ചിട്ട് എത്രമാത്രം ഡിസ്റ്റൻസ് ഫ്രണ്ട് അവൈലബിൾ ആയി കിട്ടുമോ ആ ഡിസ്റ്റൻസിനെയാണ് ഹെഡ്ലൈറ്റ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ്. Headlight side distance is equal to stopping side distance and intermediate side distance is equal to 2 times the stopping side distance. Classification ചോദിച്ചാല് classification ഈ 5 പേര് പറഞ്ഞിരിക്കുക. അതിനകത്ത് ലാസ്റ്റ് 2 is recommended by IRC. The definition നോക്കിയേ, stopping side distance is the minimum side distance available on highway at any spot should be sufficient length to stop the vehicle. Vehicle stop ചെയ്യാൻ കിട്ടുന്ന distance traveling at design speed. ആ വണ്ടിക്ക് ഒരു ഡിസൈൻ സ്പീഡ് കാണും. ആ സ്പീഡിൽ ട്രാവൽ ചെയ്യുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി കിട്ടുന്ന വിതൗട്ട് എനി കൊളിഷൻ, ഒരു കൊളിഷൻ ഒന്നും ഉണ്ടാവാതെ കിട്ടുന്ന ഡിസ്റ്റൻസിനാണ് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓവർടേക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ ദ മിനിമം ഡിസ്റ്റൻസ് ഓപ്പൺ ടു ദ വിഷൻ ഓഫ് ദി ഡ്രൈവർ ഓഫ് വെഹിക്കിൾ ഇന്റൻഡിങ് ടു ഓവർടേക്ക് സ്ലോ വെഹിക്കിൾ എഹെഡ്. തൊട്ട് മുമ്പിലെ വെഹിക്കിൾ സ്ലോ വെഹിക്കിൾ ആയിരിക്കണമെങ്കിൽ ഓവർടേക്ക് ചെയ്യാൻ പാടുള്ളൂ. ഫ്രണ്ടിൽ നമ്മളെക്കാൾ സ്പീഡിൽ പോകുന്ന ഒരു വണ്ടിയാണെങ്കിൽ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കരുത്. ഒരു വണ്ടി സ്ലോ ആയിട്ട് പോകുന്നെങ്കിൽ മാത്രം നമുക്ക് ഇച്ചിരി സ്പീഡിൽ പോകണം. അങ്ങനെയാണ് ഓവർടേക്ക് ചെയ്യാൻ കിട്ടുന്നത്. അത്രയും ലെങ്ത്തിന് പറയുന്ന പേരാണ് ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ്. സൈഡ് ഡിസ്റ്റൻസ് at intersection. A driver entering an uncontrolled intersection has sufficient visibility to enable him to take control of his vehicle and to avoid the collision with another vehicle. രണ്ട് ഡയറക്ഷനിൽ കൂടെ അല്ലെ ഇന്റർസെക്ഷൻ വരുന്നിടത്ത് കൊളിഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി കിട്ടുന്ന ഡിസ്റ്റൻസിനെയാണ് സൈഡ് ഡിസ്റ്റൻസ് അറ്റ് ഇന്റർസെക്ഷൻ അല്ലെങ്കിൽ സേഫ് സൈഡ് ഡിസ്റ്റൻസ് എന്നൊക്കെ പറയുന്നത്. പിന്നെ ഇന്റർമീഡിയറ്റ് സൈഡ് ഡിസ്റ്റൻസ് പറഞ്ഞ ഓവർടേക്കിംഗ് കിട്ടാത്ത കേസിൽ this is defined as the twice the stopping side distance. 2 times stopping side distance in equal ആണ് intermediate side distance. And overtaking side distance cannot be provided. Intermediate side distance is provided to give limited overtaking opportunity to fast moving vehicle. ഈ ഓവർടേക്ക് ചെയ്യുന്നത് തന്നെ ഫാസ്റ്റ് മൂവിംഗ് വെഹിക്കിൾ ആണ്. ഫാസ്റ്റ് മൂവിംഗ് വെഹിക്കിളിന്റെ തൊട്ട് ഫ്രണ്ടിൽ സ്ലോ മൂവിംഗ് വെഹിക്കിൾ ആണെങ്കിൽ ഫാസ്റ്റ് മൂവിംഗ് വെഹിക്കിൾ ഓവർടേക്ക് ചെയ്യാം. പക്ഷെ ഡിസ്റ്റൻസ് അത്ര അവൈലബിൾ ആയിരിക്കണം. ഹെഡ്ലൈറ്റ് എന്ന് പറയുന്നത് ദിസ് ഈസ് ദ ഡിസ്റ്റൻസ് വിസിബിൾ ടു ഡ്രൈവർ ഡ്യൂറിംഗ് നൈറ്റ്. നൈറ്റിൽ കിട്ടുന്നതാണ് അണ്ടർ ദ ഇലൂമിനേഷൻ ഓഫ് ദ വെഹിക്കിൾ ഹെഡ്ലൈറ്റ്. ഹെഡ്ലൈറ്റിന്റെ ഇലൂമിനേഷൻ മൂലം ഫ്രണ്ടിൽ കിട്ടുന്ന ഡിസ്റ്റൻസിനാണ് ഹെഡ്ലൈറ്റ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. This side distance is critical at upgradient and at the ascending stretch of the valley curves. അപ്പൊ ഇത് ക്രിട്ടിക്കൽ അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് വാലീസിലും അല്ലെങ്കിൽ ഒരു ഗ്രേഡിയന്റ് ഒക്കെ വരുന്ന കേസിൽ അപ്രൈസ് അല്ലെങ്കിൽ ഗ്രേഡിയന്റ് വാലീസ് ഇങ്ങനെയൊക്കെ വരുന്ന കേസിലാണ് ഈ ഹെഡ്ലൈറ്റ് സൈഡ് ഡിസ്റ്റൻസിന്റെ ഇമ്പോർട്ടൻസ് പറയുന്നത്. ഹൊറിസോണ്ടൽ കർവിൽ അതിനത്ര ഇമ്പോർട്ടൻസ് ഇല്ല. ഹെഡ്ലൈറ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസിന് ഈക്വൽ ആണ്. ഓക്കെ, ഇത്രയും ടൈപ്സ് ക്ലിയർ ആയോ? ഓക്കെ, സ്റ്റോപ്പിംഗ് ടൈപ്സ് ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു. ആൻഡ് ഇറ്റ് ഡിപെൻഡ്സ് അപ്പോൺ ദ ഫീച്ചേഴ്സ് ഓഫ് ദ റോഡ് ഹെഡ്. ഫ്രണ്ടിലുള്ള റോഡ് ഫീച്ചേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ ഹൈറ്റ് ഓഫ് ദ ഡ്രൈവേഴ്സ് ഐ നമ്മൾ പറഞ്ഞു. ഡ്രൈവറിന്റെ ഐ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ സർഫസ് റോഡ് സർഫസിൽ നിന്ന് 1.2 മീറ്റർ ഹയർ ആയിരിക്കണം. ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്ട് എന്ന് പറയുന്നത് ഗ്രൗണ്ട് സർഫസിൽ നിന്ന് 0.15 മീറ്റർ അവൈലബിൾ ആയിരിക്കണം. ഓക്കെ, അതാണ് ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന വെർട്ടിക്കൽ കർവ്സിലാണ്. ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ആ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് സ്മോൾ എച്ച് വെച്ച് ഡിനോട്ട് ചെയ്തിരിക്കുന്ന അവൈലബിൾ ഹൈറ്റ് 0.15 മീറ്റർ ആൻഡ് ക്യാപിറ്റൽ എച്ച് എന്ന് പറയുന്ന ഡ്രൈവേഴ്സ് ഐ ആണ്. ഡ്രൈവറിന്റെ ഐ എന്ന് പറയുന്നത് 1.2 മീറ്റർ. IRC റെക്കമെൻഡ് ചെയ്യുന്ന വാല്യൂസ്. ഒത്തിരി കഥ നിങ്ങൾ എഴുതാൻ പോണ്ട, ഡെഫിനിഷൻ എഴുതുക. പറയുന്ന അത്രയും കാര്യങ്ങൾ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നോട്ട് ചെയ്യുക. ഇനി വേരിയസ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ്. ഓക്കെ, വേരിയസ് ഫാക്ടേഴ്സ്. ഫസ്റ്റ് വൺ ടോട്ടൽ റിയാക്ഷൻ ടൈം ഓഫ് ഡ്രൈവർ. ഫസ്റ്റ് ഇമ്പോർട്ടന്റ്. ചിലപ്പം റിയാക്ഷൻ ടൈം മാത്രം എടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ ഡ്രൈവറിനകത്ത് ടോട്ടൽ റിയാക്ഷൻ അതിനെ ഡിപ്പെൻഡ് ചെയ്യും എത്രമാത്രം ഡിസ്റ്റൻസ് അവിടെ കിട്ടുന്നുണ്ടെന്ന്. പിന്നെ വരുന്ന വെഹിക്കിളിന്റെ സ്പീഡ് അനുസരിച്ച്. വെഹിക്കിളിന്റെ സ്പീഡ് ഒരുപാട് കൂടുവാണെങ്കിൽ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് കൂടുവോ കുറയുവോ? നിങ്ങൾ ഇക്വേഷനിലോട്ടൊന്നും കയറണ്ട, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. നല്ല ഹൈ സ്പീഡ് വരുന്ന ഒരു വെഹിക്കിൾ ഫ്രണ്ടിൽ ഒരു ഒബ്ജക്റ്റ് കാണും. അപ്പൊ അയാൾക്ക് നിർത്താൻ ഒത്തിരി സ്പേസ് കിട്ടുമോ കുറച്ച് സ്പേസേ കിട്ടത്തുള്ളൂ? അതാണ് ആ സ്പേസിനാണ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഫാസ്റ്റ് മൂവിംഗ് വെഹിക്കിൾ ആണെങ്കിൽ ഒരു നല്ല സ്പീഡിൽ വരുന്ന വെഹിക്കിളിന്റെ സ്പീഡ് കുറച്ച് കൂടുതലാണെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ഫ്രണ്ടിൽ കാണുന്നു. അപ്പൊ നിർത്താനുള്ള സ്പേസ് അവിടെ കൂടുതൽ കിട്ടുമോ കുറവ് കിട്ടുമോ?
കുറവായിരിക്കും കിട്ടുന്നത് ഇല്ലയോ? കാരണം നല്ല സ്പീഡ്, ആ സ്പീഡിൽ വരുന്നത് ബ്രേക്ക് പിടിക്കുമ്പോൾ തന്നെ കുറച്ചധികം ഫ്രണ്ടിലോട്ടും കയറിപ്പോകും. അപ്പൊ അവൈലബിൾ സ്പേസ് എന്ന് പറയുന്നത് കുറച്ച് സ്പേസേ കിട്ടത്തുള്ളൂ. പക്ഷെ വെഹിക്കിളിന്റെ സ്പീഡ് കുറവാണെങ്കിൽ സൈഡ് ഡിസ്റ്റൻസ് കൂടുതലായിരിക്കുമോ? കുറവ് സ്പീഡ് ആണെങ്കിൽ, വരുന്ന വെഹിക്കിളിന്റെ സ്പീഡ് കുറവാണെങ്കിൽ പെതുക്കെ നമുക്ക് സമയം കിട്ടും. പെതുക്കെ വരുന്നേ, അപ്പൊ ഒന്ന് ആലോചിച്ചെടുക്കാനാണെങ്കിലും നമുക്ക് അത്യാവശ്യം സമയം അവിടെ കിട്ടും. അപ്പൊ അവിടെ അങ്ങനെ സമയത്തിൽ നോക്കിയാണെങ്കിലും സ്പീഡ് നോക്കിയാലും സൈഡ് ഡിസ്റ്റൻസ് അവൈലബിലിറ്റി അവിടെ കൂടുതലായിരിക്കും. ഇനി എഫിഷ്യൻസി ഓഫ് ബ്രേക്ക്. ഓക്കെ, ബ്രേക്കിന്റെ എഫിഷ്യൻസി കൂടുതലാണെങ്കിൽ സൈഡ് ഡിസ്റ്റൻസ് എങ്ങനെ ആയിരിക്കും? എഫിഷ്യൻസി കൂടുതലാണെങ്കിൽ കിട്ടുന്ന സ്പേസ്, അതാ കേട്ടോ, കിട്ടുന്ന സൈഡ് ഡിസ്റ്റൻസ് കൂടുതലാണോ കുറവായിരിക്കുമോ? കൂടുതലായിരിക്കും. ബ്രേക്കിന്റെ എഫിഷ്യൻസി കൂടുന്നത് പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചാൽ വണ്ടി പെട്ടെന്ന് നിൽക്കും. പെട്ടെന്ന് നിൽക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു കൊളീഷൻ അവോയ്ഡ് ചെയ്യാനുള്ള സ്പേസ് എന്ന് പറയുന്നത് കൂടുതൽ തന്നെ ആയിരിക്കും. പക്ഷെ ബ്രേക്ക് കുറവാവുന്ന കേസിലോ, ബ്രേക്ക് കുറവാണെങ്കിൽ ബ്രേക്ക് പിടിച്ചാൽ വണ്ടി കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോയേ നിൽക്കത്തുള്ളൂ. അപ്പൊ കിട്ടേണ്ട ഡിസ്റ്റൻസിനേക്കാളും എന്ത് കുറവായിരിക്കും? സ്പേസിങ് കുറവായിരിക്കും. അപ്പൊ എഫിഷ്യൻസി കുറവാണെങ്കിൽ സൈഡ് ഡിസ്റ്റൻസ് എന്തായിരിക്കും? എഫിഷ്യൻസി കുറവാണെങ്കിൽ സൈഡ് ഡിസ്റ്റൻസ് കുറവായിരിക്കും. ഓക്കെ, ഇനി ഫ്രിക്ഷൻ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ദ റോഡ് ആൻഡ് ടയർ. അത് ഇതുപോലെ ഏകദേശം ഫ്രിക്ഷൻ റെസിസ്റ്റൻസ് കൂടുവാണെങ്കിൽ, റെസിസ്റ്റൻസ് കൂടുതലായ സർഫസിനകത്ത് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്തായിരിക്കും? കൂടുതൽ കിട്ടും. റെസിസ്റ്റൻസ് കുറവാണെങ്കിൽ കിട്ടുന്ന സ്പേസ് എന്ന് പറയുന്നത് കുറവായിരിക്കും. പിന്നെ ഗ്രേഡിയന്റ് ഒക്കെ പിന്നെ നമുക്ക് ഡീൽ ചെയ്യാം. ഒറ്റയടിക്ക് ഒരു ഗ്രേഡിയന്റ് പറഞ്ഞെടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇത്രയാണ് മെയിൻ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാല്. ഇനി ആദ്യത്തെ ഓരോന്നായിട്ട് ഡീൽ. ഇതിനകത്ത് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇതായിരിക്കും, റിയാക്ഷൻ ടൈമിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ടോട്ടൽ റിയാക്ഷൻ ടൈം ഓഫ് ഡ്രൈവർ. ഓക്കെ, അപ്പൊ ഇത്ര സിമ്പിൾ ആയിട്ട് എന്റെ തിയറിയും കാര്യങ്ങളും പറയുമ്പോൾ ഒരുപാട് പറയണം. നമ്മളൊന്ന് ആലോചിക്കുവാണെങ്കിൽ, ഒരാള് സ്ട്രൈറ്റ് ലൈൻ, തൽക്കാലം സ്ട്രൈറ്റ് ലൈൻ കൺസിഡർ ചെയ്യുക. ഒരു വെഹിക്കിൾ വരുന്നു, ഫ്രണ്ടിൽ ഏതെങ്കിലും ഒരു ഒബ്സ്ട്രക്ഷൻ കാണുന്നു. ഓക്കെ, അപ്പൊ ഒരു ഡ്രൈവറിന്റെ റിയാക്ഷൻ ടൈം എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ആദ്യമേ അത് കാണും. അത് കണ്ടു കഴിഞ്ഞാൽ ഒരു റിയാക്ഷൻ നമ്മുടെ ബ്രെയിനിലോട്ട് എത്തുന്നതായി, എന്തോ അവിടെ സംഭവിക്കുന്നതെന്ന്. ആ ബ്രെയിനിലോട്ട് എത്തുന്ന ഒരു ടൈം. പിന്നെ ആ ബ്രെയിനിൽ എത്തിക്കഴിഞ്ഞാൽ ഒന്ന് ചിന്തിക്കണം അവിടെ എന്താണ് ഉള്ളത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിക്കാനുള്ള സമയം, ആദ്യമേ എത്തുന്ന സമയം എടുക്കും. വണ്ടി നിർത്താനുള്ള അത്ര സ്പേസിംഗ് ആ പറയുന്നത് കേട്ടോ. ആ റിയാക്ഷൻ ടൈം എന്ന് പറയുന്നത് ആദ്യമേ ആ വെഹിക്കിൾ കണ്ട്, ആ ഒരു വെഹിക്കിൾ ഉണ്ട് എന്ന് നമുക്ക് ഒരു ബ്രെയിനിലോട്ടൊരു മെസ്സേജ് എത്തും. പിന്നെ ബ്രെയിൻ ചിന്തിക്കും ഇവിടെ എന്താണ് നടക്കുന്നത്. ഓക്കെ, അതൊന്ന് ചിന്തിക്കാനുള്ള സ്പേസിങ്. പിന്നെ ഇവിടെ എങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അവിടെ റിയാക്ട് ചെയ്യേണ്ടത് എങ്ങനെ. അപ്പൊ രണ്ട് കാര്യങ്ങൾ ബ്രെയിനിൽ തന്നെ നടക്കും. പിന്നെ എന്ത് ചെയ്യും? ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഡ്രൈവർ എന്താ ചെയ്യുന്നേ? ഇത്രയും മനസ്സിലായി. ഫ്രണ്ടിൽ കണ്ടു, ബ്രെയിനിൽ എത്തി, അവിടെ ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ട്, ഇനി എന്താ ചെയ്യണ്ടേന്ന് കുറച്ച് ടൈം ആലോചിച്ചു. പിന്നെ അത് കഴിഞ്ഞ് എന്താ ചെയ്യുന്ന ഡ്രൈവർ? ആലോചിച്ചോണ്ടിരിക്കത്തേ ഉള്ളോ? നിങ്ങളാണ് എന്ത് ചെയ്യും? ബ്രേക്ക് പിടിക്കും. ആണോ? റിയാക്ഷൻ അവിടെ കൊടുക്കണ്ടായോ? അപ്പൊ അവിടെ ബ്രേക്ക് പിടിക്കും. ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ അപ്പൊ ആ ബ്രേക്ക് പിടിക്കുന്നിടം വരെ കുറച്ച് ഡിസ്റ്റൻസ് മൂവ് ചെയ്യുവോ വണ്ടി? ബ്രേക്ക് പിടിക്കുന്നിടം വരെ കുറച്ചും കൂടെ ഡിസ്റ്റൻസ് ഈ വണ്ടി മൂവ് ചെയ്യുവോ ഫ്രണ്ടിലോട്ട്? അതോ കണ്ടുടനെ വണ്ടി അങ്ങ് നിൽക്കുവോ? മൂവ് ചെയ്യും. കുറച്ച് ഡിസ്റ്റൻസ് മൂവ് ചെയ്യും. കാരണം ഈ റിയാക്ഷൻ എടുക്കുന്ന ടൈം ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യണോന്നറിയാം. ആ റിയാക്ഷൻ ടൈം ഒരു വലിയൊരു ഫാക്ടറാണ്. ഓക്കെ, അപ്പൊ അതാണ് ടോട്ടൽ റിയാക്ഷൻ ടൈം. അപ്പൊ ഇതിന് പിന്നെ ഡിസ്റ്റൻസ് പറയാം. ആ ഒരു റിയാക്ഷൻ ടൈമിന് എടുക്കുന്ന ഡിസ്റ്റൻസിന് നമ്മള് ലാഗ് ഡിസ്റ്റൻസ് എന്നാ പറയുന്നത്. ആ ഡിസ്റ്റൻസ് അത്രയും, ആ എടുക്കുന്ന ടൈം അത്രയും വെഹിക്കിൾ ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് നമ്മൾ ലാഗ് ഡിസ്റ്റൻസ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് തിയറി ആയിട്ട് കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറയുന്നത്, നമുക്ക് റിയാക്ഷൻ എത്തുന്നു, എന്ത് ചെയ്യണോന്ന് ആലോചിക്കുന്നു, പിന്നെ അതിന്റെ എന്താ നമുക്ക് മനസ്സിലുണ്ടാവുന്നുണ്ടല്ലോ. ചിലപ്പോൾ പേടിയായിരിക്കും, ചിലപ്പോൾ ദേഷ്യമായിരിക്കും. ആരെങ്കിലും ഓവർടേക്ക് ചെയ്ത് പെട്ടെന്ന് നമ്മുടെ ഫ്രണ്ടിൽ കൂടെ ഓവർടേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ദേഷ്യം വരും. അപ്പൊ അങ്ങനെ പല റിയാക്ഷനും നടക്കും. അപ്പൊ ഇതിനെല്ലാം കൂടെ ഒരു തിയറി പറയുന്നുണ്ട്. ദാറ്റ് തിയറി ഈസ് നോൺ ആസ് PIEV തിയറി. ഇതാണ് നമുക്ക് തിയറി ആയിട്ട് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ PIEV തിയറി. ഓരോന്നായിട്ട് പറയാം എന്താണ് PIEV തിയറി എന്ന് പറയുന്നത്. റിയാക്ഷൻ ഓഫ് ഡ്രൈവറിന്റെ
കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറിയാണ്. ഓക്കെ, ടോട്ടൽ റിയാക്ഷൻ ടൈം ഓഫ് ഡ്രൈവർ. It is the time taken from the instant the object is visible to the driver to the instant the brake is effectively applied. ബ്രേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം വണ്ടി ട്രാവൽ ചെയ്യുമോ? ഇപ്പൊ നോക്കിയേ, ഇപ്പൊ ഞാൻ പറഞ്ഞു റിയാക്ഷൻ ടൈം ബ്രേക്ക് അപ്ലൈ ചെയ്ത് എടുക്കുന്നതാണ്. ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി കുറച്ചുകൂടെ ഡിസ്റ്റൻസ് മൂവ് ചെയ്യുമോ? ചെയ്യും, ഇല്ലയോ? ബ്രേക്ക് പിടിച്ചോ, അല്ലെങ്കിൽ പിന്നെ വണ്ടി സ്കിഡായി പോകത്തില്ലയോ? എന്ത് പറ്റും? നമുക്ക് റിയാക്ഷൻ എടുക്കുന്ന ടൈമിൽ, അപ്പൊ നോക്കിയാൽ അത് തന്നെ ഞാനൊന്ന്, അപ്പൊ സൈഡ് ഡിസ്റ്റൻസിന്റെ ഡെഫിനേഷൻ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് നിങ്ങൾക്ക് എന്താന്ന് കിട്ടി. അപ്പൊ നോക്കിയേ, ഇവിടെ ഒരു വണ്ടി ട്രാവൽ ചെയ്യുന്ന, ഇവിടെ ഒരു ഒബ്ജക്റ്റ് കാണുന്നു. ഓക്കെ, ആ ഒബ്ജക്റ്റ്, ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഇരിക്കുന്നു. ആദ്യമേ കുറച്ച് ടൈം റിയാക്ഷൻ എടുക്കുക. റിയാക്ഷൻ എടുക്കുമ്പോൾ വണ്ടി കുറച്ച് ഡിസ്റ്റൻസ് മൂവ് ചെയ്യും. ആ ഡിസ്റ്റൻസിന് എന്തായിട്ടാ ഞാൻ പറഞ്ഞേ? ഏത് ഡിസ്റ്റൻസ് ആയിട്ടാ മാർക്ക് ചെയ്തേ? ഇപ്പൊ പറഞ്ഞ ഡിസ്റ്റൻസ് ഏതാ? ലാഗ് ഡിസ്റ്റൻസ്. റിയാക്ഷൻ ടൈമിൽ എടുക്കുന്ന ഡിസ്റ്റൻസിന് ലാഗ് ഡിസ്റ്റൻസ് എന്ന് പറയും. അപ്പൊ ഈ ഒരു പോയിന്റിൽ എന്ത് അപ്ലൈ ചെയ്യും? ബ്രേക്ക് അപ്ലൈ. ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഡിസ്റ്റൻസ് പോവോ? ബ്രേക്ക് അപ്ലൈ ചെയ്താൽ കുറച്ചുകൂടെ ഡിസ്റ്റൻസ് പോവോ? പോകും. ആ ഡിസ്റ്റൻസിന് പറയുന്ന പേരാണ് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ്. ഓക്കെ, അതിന് പറയുന്ന പേരാണ് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ്. ലാഗ് ഡിസ്റ്റൻസ്, ബ്രേക്കിംഗ് ഡിസ്റ്റൻസ്. അങ്ങനെയാണ് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്തിനൊക്കെ ഈക്വലാ? സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ വണ്ടിക്ക് നിർത്താൻ പറ്റുന്ന അത്രയും ഡിസ്റ്റൻസ്. ഇവിടെ ആവുമ്പോ വണ്ടി സ്റ്റോപ്പ് ചെയ്യുവോ? ഇവിടെ ആവുമ്പോ വണ്ടി നിൽക്കുവോ? നിൽക്കുക. അപ്പൊ ദിസ് ഡിസ്റ്റൻസ് ഈസ് നോൺ ആസ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ്. അപ്പൊ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ഈസ് ദ സം ഓഫ് ലാഗ് ഡിസ്റ്റൻസ് ആൻഡ് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ്. ഇതാണ് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ്. ഇനി ഒന്നും കൂടെ തിരിച്ച് ബാക്കിലോട്ട് പോവുക. റിയാക്ഷൻ ടൈം ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. റിയാക്ഷൻ ടൈമിനകത്ത് PIEV തിയറി എന്താണെന്ന് ചോദിക്കും. അപ്പൊ നോക്കിയേ, ടോട്ടൽ റിയാക്ഷൻ ടൈം ഒക്കെ പറഞ്ഞു. ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു പെർസെപ്ഷൻ ടൈം ആൻഡ് ബ്രേക്കിംഗ് റിയാക്ഷൻ. അപ്പൊ രണ്ട് ടൈം ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, പെർസെപ്ഷൻ ടൈം ആൻഡ് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് ടൈം. പെർസെപ്ഷൻ ടൈം എന്ന് പറഞ്ഞാൽ എന്താ? പെർസെപ്ഷൻ ടൈം ഈസ് ദ ടൈം from the instant the object comes on the line of sight of the driver. ഡ്രൈവറിന്റെ ലൈൻ ഓഫ് സൈറ്റ് ഒബ്ജക്റ്റ് വരുന്നത് തൊട്ട് to the instant he realizes that the vehicle need to be stopped. അപ്പൊ ആ കാണുന്നതും തൊട്ട് വെഹിക്കിൾ നിർത്തണം എന്നറിയുന്ന ഇൻസ്റ്റന്റ് വരെയുള്ള ടൈമിനെയാണ് പറയുന്നത് പെർസെപ്ഷൻ ടൈം. അപ്പൊ ബ്രേക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ എവിടം തൊട്ട് എവിടം വരെ വരും? അറ്റ് ദ ഇൻസ്റ്റന്റ് ഓഫ് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന തൊട്ട് വണ്ടി സ്റ്റോപ്പ് ചെയ്യുന്നിടം വരെ, അവിടെ സ്റ്റോപ്പ് ആവുന്ന ഡിസ്റ്റൻസ് വരെ braking പറയും. The brake reaction also depending on several factors including the skill of the driver, the type of the problem and various other environmental factors. ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്യും. And the total reaction time of driver is calculated by using ഏത് തിയറി വെച്ചിട്ടാ? PIEV തിയറി എന്നൊക്കെ പറയാം കേട്ടോ. PIEV എന്ന് തന്നെ പഠിക്കുന്നതായിരിക്കും നല്ലത്. അത് കുറെ തവണ റിപ്പീറ്റ് ചെയ്ത് നമുക്ക് പിന്നെ ഒരിക്കലും മറക്കാത്തത്. ഇപ്പൊ ഞാനൊക്കെ പഠിച്ചത് 2008 ഈ ഒരു ടോപ്പിക് പഠിച്ചു. ഇപ്പോഴും പക്ഷെ ഈ ഒരു തിയറി എന്ന് പറഞ്ഞാൽ മനസ്സിൽ വലിയൊരു പേര് PIEV എന്ന് പറയുന്ന പേര് ആരും മറക്കത്തില്ല. കാരണം യൂസ്ഡ് ആണ് എപ്പോഴും എപ്പോഴും ഈ ഒരു ടേം നമ്മൾ പഠിച്ചു കഴിഞ്ഞാല് അങ്ങനെ മറക്കുന്ന ഒരു ടേം അല്ല PIEV തിയറി. ഓക്കെ, ദ ടോട്ടൽ റിയാക്ഷൻ ടൈം ഓഫ് ഡ്രൈവർ ഈസ് സ്പ്ലിറ്റ് ഇൻറ്റു 4 പാർട്സ്. അപ്പൊ എന്തൊക്കെയാ? P for perception, I for intellection, E for emotion and V for volition. Perception, intellection, emotion and volition. പെർസെപ്ഷൻ എന്ന് പറഞ്ഞാല് നമ്മളുടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെന്ന് കരുതാൻ എടുക്കുന്ന ആ ഒരു ടൈം ബ്രെയിനിലോട്ട്. അപ്പൊ ഇത് ബ്രെയിൻ ആണെന്ന് കരുതുക. നമ്മളുടെ ഐയിൽ നിന്നും ഇവിടെ ഐയിൽ നിന്നും ബ്രെയിനിലോട്ട് എത്തുന്ന ആ ഒരു ടൈമിനെയാണ് ഇത് പെർസെപ്ഷൻ ടൈം എന്ന് പറയുന്നത്. പിന്നെ ഇന്റലക്ഷനും ഇമോഷനും എവിടെ തന്നെ ആയിരിക്കും നടക്കുന്നത്? ഇന്റലക്ഷൻ ആൻഡ് ഇമോഷൻ ബ്രെയിനിൽ തന്നെ ആയിരിക്കും നടക്കുന്നത്. ദെൻ ബി എന്ന് പറയുന്നത് വൊളീഷൻ. വൊളീഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടൈം ടേക്കൺ ഫോർ ദ ഫൈനൽ ആക്ഷൻ. ഇവിടെ ഫൈനൽ ആക്ഷൻ നടക്കും.
അപ്പൊ നിങ്ങൾക്ക് ഇൻ ഡെപ്തിലോട്ട് കയറണ്ട, സൈഡ് ഡിസ്റ്റൻസ് എന്താന്ന് പഠിക്കുക, തിയറി ഏതാന്ന് പറയുക, ഓരോ ടേമും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. നോട്ട് തരുമ്പോൾ ഞാൻ പിന്നെ നോട്ട് തരാം, എന്താണ് പെർസെപ്ഷൻ, ഇന്റലക്ഷൻ, ഇമോഷൻ ആൻഡ് വൊളീഷൻ എന്ന് വായിച്ചാൽ മതി, പറഞ്ഞ കാര്യം തന്നെയാണ്. ഇനി IRC പറയുന്ന വാല്യൂ ടോട്ടൽ റിയാക്ഷൻ ടൈം. ഓക്കെ, റിയാക്ഷൻ ടൈം, ദ ടോട്ടൽ റിയാക്ഷൻ ടൈം ഓഫ് ഡ്രൈവർ may vary from 0.5 second to 4 second. പല ആൾക്കാർക്കും പല ടൈമാണ്, എല്ലാവർക്കും ഒരേ ടൈം ആയിരിക്കും റിയാക്ഷൻ ടൈം വരുന്നത്. കുറച്ച് പ്രായമാർക്കൊക്കെ ആയിട്ട് ചിലപ്പോൾ ലേറ്റ് ആയിട്ടായിരിക്കും റിയാക്ഷൻ, പക്ഷെ പെട്ടെന്ന് ക്വിക്ക് ആയിട്ട് എടുക്കുന്നത് അങ്ങനെയുണ്ട്. 0.5 തൊട്ട് 4 seconds വരെ, വിത്തിൻ സെക്കൻഡ്. വണ്ടി നിർത്തണമെങ്കിൽ 1 മിനിറ്റ് എടുത്ത് നിർത്താനുള്ള സമയമൊക്കെ നമുക്ക് കിട്ടുമോ? അങ്ങനെയാണ് ഒബ്ജക്റ്റ് എവിടെ ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ അത്രയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. റിയാക്ഷൻ ടൈം ഇമ്പോർട്ടന്റ് ആണ്. ടോട്ടൽ റിയാക്ഷൻ ടൈം, ടോട്ടൽ ടൈം ആട്ടോ, ആ ഒരു ബ്രേക്കിംഗ് പ്ലസ് ലാഗും കൂടെ ചേർത്തിട്ടുള്ള ടൈമാണ് 0.5 തൊട്ട് 4 seconds പറയുന്നത്. ഇനി ലാഗ് ഡിസ്റ്റൻസ് മാത്രം പറയുവാണെങ്കിൽ 2.5 seconds നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ഇനി ഇതിന്റെ അനാലിസിസ് നോക്കിയാൽ, അനാലിസിസ് ഓഫ് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ്, ഏതൊക്കെ ഡിസ്റ്റൻസ് എന്നാ പറഞ്ഞേ, ഏതൊക്കെ നമ്മൾ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞേ? ലാഗ് ഡിസ്റ്റൻസ് ആൻഡ് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ്. ഓക്കെ, ഇതിന്റെ ഡെറിവേഷനിലോട്ട് ഇപ്പൊ തൽക്കാലം കയറുന്നില്ല, ഡെറിവേഷൻ നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾ ഫൈനൽ ഇക്വേഷൻ പഠിക്കാം. ഓക്കെ, ലാഗ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ IRC സ്പെസിഫൈ ചെയ്യുന്ന ലാഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2.5 seconds. ഓക്കെ, IRC സ്പെസിഫൈ ചെയ്യുന്ന ലാഗ് ഡിസ്റ്റൻസ് പറയുന്നത് 2.5 ലാഗ് എടുക്കുന്ന ടൈം, ആ ടൈമിനാണെങ്കിൽ 2.5 seconds. 2.5 seconds വെഹിക്കിൾ എത്ര ട്രാവൽ ചെയ്ത് എങ്ങനെ കണ്ടുപിടിക്കാൻ? ടൈം ഉണ്ട്, നമ്മളുടെ കയ്യിൽ ടൈം ഉണ്ട്. ടൈം എത്ര? 2.5 seconds. IRC സ്പെസിഫൈ ചെയ്യുന്ന അത് പല ആൾക്കാർക്ക് വേരി ചെയ്യും. ഇനി വരുന്ന വെഹിക്കിളിന്റെ വെലോസിറ്റി ഉണ്ട്, അല്ലെങ്കിൽ സ്പീഡ് ഉണ്ട്, സ്പീഡ് ഓഫ് ദ വെഹിക്കിൾ. കൂടുതലും കിലോമീറ്റർ പെർ അവറിലായിരിക്കും കാണുന്നത്. അങ്ങനെയാണെങ്കിൽ സ്പീഡും ടൈമും ഉണ്ടെങ്കിൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? സ്പീഡും ടൈമും ഉണ്ടെങ്കിൽ ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ വെലോസിറ്റി എന്ന് ഓർത്താലും മതി. വെലോസിറ്റിയും ടൈമും ഉണ്ടെങ്കിൽ ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും? വെലോസിറ്റി ഇൻറ്റു ടൈം. അപ്പൊ ലാഗ് ഡിസ്റ്റൻസ് ഒന്നുമില്ല, വെലോസിറ്റി വരുന്ന വെഹിക്കിളിന്റെ സ്പീഡ് ഇൻറ്റു എത്രമാത്രം ടൈം അവൈലബിൾ ആണോ ആ റിയാക്ഷൻ, ആ ടൈം വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ടൈം ഡയറക്റ്റ് ആയിട്ട് തന്നില്ലെങ്കിൽ ടൈം എത്ര എടുക്കുക? ടൈം എത്ര എടുക്കുക? 2.5 seconds. ഇനി if V is in meter per second, ഈ ഒരു കൺവേർഷനോട് ശ്രദ്ധിക്കുക. നമുക്ക് വരുന്ന വെഹിക്കിളിന്റെ സ്പീഡ് മീറ്റർ പെർ സെക്കൻഡിലാണെങ്കിൽ ലാഗ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്മോൾ v ഇൻറ്റു ക്യാപിറ്റൽ T. ഓക്കെ, ദാറ്റ് മച്ച് മീറ്ററിൽ നമുക്ക് കിട്ടും. ഇനി if it is കിലോമീറ്റർ പെർ അവർ, നമുക്ക് തരുന്ന സ്പീഡ് കിലോമീറ്റർ പെർ അവറിലാണെങ്കിൽ ഇതിനെ നമ്മൾ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. വെലോസിറ്റിയെ മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലോട്ട് ആക്കാൻ വേണ്ടി നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 0.278 ക്യാപിറ്റൽ V. ക്യാപിറ്റൽ V വേർ V is കിലോമീറ്റർ പെർ അവർ ഇൻറ്റു ടൈം. ഈ കിലോമീറ്റർ പെർ അവറിൽ തന്നെ ആയിരിക്കും മിക്ക സ്പീഡും കാണുന്നത്. സ്മോൾ v ആണെങ്കിൽ മീൻസ് മീറ്റർ പെർ സെക്കൻഡിലാണെങ്കിലാണ് V ഇൻറ്റു T. കിലോമീറ്റർ പെർ അവറിലാണെങ്കിൽ ഫോമിൽ എങ്ങനെ വരും? കിലോമീറ്റർ പെർ അവർ ആണെങ്കിൽ ലാഗ് ഡിസ്റ്റൻസ് ഈസ് 0.278 capital V into T, where capital V is in, അല്ലെങ്കിൽ where V is in kilometer per hour സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മാത്രം ഇക്വേഷൻ കൊടുക്കുക. ടൈം 2.5 seconds. This is the lag distance. ഇനി ബ്രേക്കിംഗ് ഡിസ്റ്റൻസ്. ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ് ബ്രേക്ക് ചെയ്യുമ്പോൾ തൊട്ട് കിട്ടുന്നതാണ് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ്. ആക്ച്വലി ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് കിട്ടാൻ ഒരു ചെറിയൊരു ഡെറിവേഷൻ ഉണ്ട്. It is the distance traveled by the vehicle after the application of brake. For a level road, this is obtained by equating. ഇതാണ് important point. Braking distance കിട്ടാൻ വേണ്ടി it is obtained by equating the work done in stopping the vehicle and the kinetic energy of the vehicle. ആ വണ്ടിയുടെ സ്റ്റോപ്പ് ചെയ്യാൻ എടുക്കുന്ന വർക്ക് ഡൺ, ആ വർക്ക് ഡണ്ണിനെ എന്തുമായിട്ട് ഇക്വേറ്റ് ചെയ്യണം? വർക്ക് ഡണ്ണിനെ വെഹിക്കിളിന്റെ കൈനറ്റിക് എനർജി ആയിട്ട് ഇക്വേറ്റ് ചെയ്യണം. ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് നിങ്ങൾ ഈ PIV റിയാക്ഷൻ ടൈം അത്രയും പഠിക്കുക. സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ചോദിക്കാനുള്ള ചാൻസും ഉണ്ട്, അതുകൊണ്ട് അതിന്റെ റിസ്ക് എടുക്കരുത്. അപ്പൊ ഈ ഒരു ഡെറിവേഷൻ എളുപ്പമുള്ള ഡെറിവേഷൻ ആണ്. ഓക്കെ, ഞാനിവിടെ ചെയ്ത് കാണിക്കാം. അപ്പൊ എന്തൊക്കെ ഇക്വേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞേ?
ബ്രേക്കിംഗ് ഡിസ്റ്റൻസിൽ എന്തൊക്കെയാ ഇക്വേറ്റ് ചെയ്യണ്ടേ? വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു പറഞ്ഞ എന്താ? വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ഓഫ് വെഹിക്കിൾ. ഇത് നോട്ട് ചെയ്തെടുത്തോണേ. നിങ്ങൾ പഠിക്കാൻ വേണ്ടി ഇരിക്കുവാണെങ്കിൽ ആ ഒരു പേപ്പറിനകത്ത് ഒന്ന് ഇത് നോട്ട് ചെയ്തെടുക്കുക. ചിലർ കിടന്നൊക്കെ കാണുന്ന ആൾക്കാരുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ കിടന്നൊന്നും കാണരുത്. ഇനിയിപ്പോ എനിക്ക് ആരെയും ഒന്നും എഴുതിപ്പിക്കാൻ പറ്റത്തില്ല. സോ പഠിക്കാൻ ഇരിക്കുന്ന ആൾക്കാർ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് ആ പറയുന്നത്. ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ഓഫ് വെഹിക്കിൾ. ഇനി വർക്ക് ഡണ്ണിന്റെ ഫോർമുല അത് തൊട്ട് മുമ്പ് ഈ ഒരു സ്ലൈഡ് നോക്കി. ഇവിടെ ഇതിനകത്ത് വർക്ക് ഡൺ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ഫ്രിക്ഷൻ. അപ്പൊ ഫ്രിക്ഷൻ അഗെയിൻസ്റ്റ് ആയിട്ടാണ് വർക്ക് ഡൺ നടക്കുന്നത്. ഇൻ സ്റ്റോപ്പിംഗ് ദ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാല് എഫ് ഇൻറ്റു എൽ. എഫ് എന്ന് പറഞ്ഞാൽ എന്താ? എഫ് എന്താ? ഇസ് ദ മാക്സിമം ഫ്രിക്ഷൻ. വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്തിന് അഗെയിൻസ്റ്റ് ആയിട്ടാ നടക്കുന്നതെന്ന് പറഞ്ഞേ? ഫ്രിക്ഷൻ അഗെയിൻസ്റ്റ് ആയിട്ട്. അപ്പൊ ഇവിടുത്തെ വർക്ക് ഡൺ എന്ന് പറഞ്ഞാല് ഫ്രിക്ഷൻ ഇൻറ്റു അവിടുത്തെ ലെങ്ത്. ഓക്കെ, അതിനെ നമുക്ക് ഒന്ന് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ വെച്ച് എഴുതാൻ പറ്റും. സ്മോൾ എഫ് ഇൻറ്റു ഈ ക്യാപിറ്റൽ ഡബ്ല്യു എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് ദ വെഹിക്കിൾ ആൻഡ് എൽ. ഇങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതൊന്ന് പഠിച്ചു വെച്ചിരിക്കുക, അല്ലെങ്കിൽ ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. അവസാനത്തെ ഇക്വേഷൻ പഠിച്ചാലും മതി. നമുക്ക് വർക്ക് ഡൺ കിട്ടുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഫ്രിക്ഷൻ റെസിസ്റ്റൻസ് ഇൻറ്റു എൽ, ദാറ്റ് ഈസ് ഈക്വൽ ടു സ്മോൾ ഓഫ് ഇൻറ്റു ഡബ്ല്യു ഇൻറ്റു എൽ. W is the total weight of the vehicle. ഇനി കൈനറ്റിക് എനർജി എന്താന്ന് എല്ലാവർക്കും അറിയാം. കൈനറ്റിക് എനർജി എന്താ? ഫോർമുല, കൈനറ്റിക് എനർജിയുടെ ഫോർമുല ഹാഫ് എം ബി സ്ക്വയർ. അത് ഫ്ലൂയിഡ് മെക്കാനിക്സിലൊക്കെ പഠിച്ചാണ്. ഹാഫ് എം ബി സ്ക്വയർ. ഓക്കെ, ഇനി ഇതിന്റെ ഡെറിവേഷൻ ഒന്ന് ശ്രദ്ധിച്ചേ. എന്നെ കൂടാതെ ആരെങ്കിലും ഇതിനകത്ത് വരയ്ക്കുന്നുണ്ടോ? ഓക്കെ, വർക്ക് ഡൺ is equal to kinetic energy. ഇതിനകത്ത് വർക്ക് ഡണ്ണിനെ നമുക്ക് W into V square by 2G. ഇതെന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇതിനെ ഒരു വെയിറ്റ് വെച്ചിട്ട് ഒന്ന് നമ്മൾ ചെയ്തെടുത്തേക്കുന്നതാണ്. ഇപ്പൊ നിങ്ങൾ അതിലോട്ട് പോകേണ്ട. ഈ ഒരു ഇക്വേഷൻ ഇതുപോലെ പഠിക്കുക. വർക്ക് ഡൺ W into V square by 2G ആൻഡ് കൈനറ്റിക് എനർജിയുടെ ഫോർമുല ഹാഫ് ഇൻറ്റു M into V square. ഓക്കെ, ഇത് രണ്ടും പഠിച്ചു വെച്ചിരിക്കുക. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷനും വർക്ക് ഡൺ W into V square by 2G. ഇനി ഇതൊന്ന് സോൾവ് ചെയ്തേ. പറയാം, പറയുന്ന രീതിയിൽ തന്നെ പറയാം കേട്ടോ. വർക്ക് ഡൺ എത്ര ആയിരുന്നു? വർക്ക് ഡൺ ഫോർമുല എന്താ ഇപ്പൊ നമ്മൾ ചെയ്തേ? വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു എത്ര പറഞ്ഞ? എഫ് ഇൻറ്റു ഡബ്ല്യു ഇൻറ്റു എഴുതിക്കോണേ. എഫ് ഇൻറ്റു ഡബ്ല്യു ഇൻറ്റു എൽ. ഓക്കെ, ഇനി കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി ഹാഫ് എം ബി സ്ക്വയർ. Kinetic energy is equal to half into M into V square. ഇനി M എന്ന് പറഞ്ഞാൽ എന്താ? What is M? ഓക്കെ, അല്ലെങ്കിൽ നോക്കിയേ വെയിറ്റിന്റെ ടേമിലോട്ട് എടുത്താൽ എങ്ങനാ? വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മാസ് ഇൻറ്റു വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അങ്ങനെയാണ് M എങ്ങനെ എടുക്കാം? ഇൻ ടേംസ് ഓഫ് വെയിറ്റ് M is equal to W by G. ഇനി ഇവിടെ M ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തേ. ഹാഫ് ഇൻറ്റു എമ്മിന് വരെ എന്ത് എഴുതാം? W ഡിവൈഡ് ബൈ G ഇൻറ്റു ഇവിടെ എന്തോ ഉണ്ട്? V സ്ക്വയർ ഉണ്ട്. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? W ഇൻറ്റു V സ്ക്വയർ ബൈ 2G. ഇപ്പൊ കിട്ടിയോ കൈനറ്റിക് എനർജി? ഓക്കെ, ദിസ് ഈസ് കൈനറ്റിക് എനർജിയുടെ ഫോർമുലയാണ്. ഇനി വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താ? വർക്ക് ഡൺ സ്മോൾ എഫ് ഇൻറ്റു capital W into L. This is equation number 2. Equate 1 and 2. 1 ഉം 2 ഉം കൂടെ equate ചെയ്യുക. Equate ചെയ്യുമ്പോൾ എന്ത് വരും? 1 എന്ന് പറഞ്ഞാൽ
W V square divided by 2G is equal to small f capital W into L. നമുക്ക് എന്താ ഇവിടെ കണ്ടുപിടിക്കണ്ടേ? നമ്മൾ എന്തിനാ ഇത് ചെയ്യുന്നേ? ഡിസ്റ്റൻസ് ആണോ വേണ്ടേ? ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് ആണോ വേണ്ടേ? ഡിസ്റ്റൻസിനെ ഡിനോട്ട് ചെയ്യുന്നത് L ആണ്. അപ്പൊ Lന്റെ ടേമിലോട്ട് ഒന്ന് കൊണ്ടുവന്നേ. L is equal to W കൂടെ ക്യാൻസൽ ആവും. ബാക്കി എന്ത് വരും? V square divided by 2GF. This is എന്താ? ബ്രേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ സൈഡ് ഡിസ്റ്റൻസിന്റെ ഫോർമുല പറഞ്ഞേ. ടോട്ടൽ സൈഡ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു lag distance plus braking distance. അതിനകത്ത് lag distance എത്ര വന്നേ? lag distance 0.278 B capital V into T plus braking distance ഇത് കിട്ടി. ഇവിടെ എന്ന് പറഞ്ഞാൽ where V is in meter per second ലാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് V in kilometer per hour ലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ V സ്ക്വയർ ഡിവൈഡഡ് ബൈ 254F എന്ന് വരും കേട്ടോ. ഇതെങ്ങനെ വന്നേന്ന് പറഞ്ഞാല് ഈ വിക്ക് വരെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? എന്ത് ചെയ്യണം? മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാൻ എന്താ ചെയ്യണ്ടേ? മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാനാണെങ്കിൽ അതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 5/18. അപ്പൊ ഇവിടെ V സ്ക്വയർ ആണ്. അപ്പൊ ഇവിടെ 5/18 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ അവിടെ ഒരു 2G ഉണ്ട്. ജിക്ക് ഏത് വാല്യൂ കൊടുക്കണം? ജിയുടെ വാല്യൂ എത്ര? 9.81. ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഫൈനലി കിട്ടുന്ന ആൻസർ ആണ് ക്യാപിറ്റൽ V സ്ക്വയർ ഡിവൈഡഡ് ബൈ 254F. അപ്പൊ നിങ്ങൾ ഫൈനൽ ഇക്വേഷൻ പഠിച്ചു വെച്ചിരിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ കാൽക്കുലേറ്റർ ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എടുത്താലും മതി. ഓക്കെ, നോട്ട് ചെയ്തോ? ഇവിടുത്തെ വാല്യൂ എന്താ വരും? V സ്ക്വയർ ഡിവൈഡഡ് ബൈ 254F. This is the stopping side distance. ഈ ഇക്വേഷൻ ചോദിക്കാം, ഇതിന്റെ പ്രോബ്ലം ചോദിക്കാം. ഇതാണ് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ്. ഓക്കെ ആണോ? മനസ്സിലായോ? ഡെറിവേഷൻ ക്ലിയർ ആയോ? കൈനറ്റിക് എനർജിയെ എമ്മിനെ ഒന്നും കൂടെ വെയിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുക, W/G. അപ്പൊ ഒരു ഇക്വേഷൻ കിട്ടും. ദെൻ W വർക്ക് ഡണിനെ നമുക്കിപ്പോ ചെയ്തു FW into L രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുക. വെയിറ്റ് ക്യാൻസൽ ആയിപ്പോ ബാക്കി എന്ന് പറയുന്നത് L ആണ്. L എന്ന് പറയുന്നത് റിയാക്ഷൻ ടൈം, ബ്രേക്കിംഗ് ഡിസ്റ്റൻസിന്റെ എടുക്കുന്ന ടൈം ആണ്. അതിന്റെ ഫൈനൽ ഇക്വേഷൻ V സ്ക്വയർ ഡിവൈഡഡ് ബൈ 254F. ജിയും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കിട്ടുന്നതാണ് 254F. Therefore, total stopping side distance is equal to lag distance plus braking distance, and this is equal to 0.278 V3 plus V square by 254F. Okay, അപ്പൊ ഇന്നത്തേക്ക് ഇത് മതി. This is the final equation. Stopping side distance 0.278 Vt plus V square by 254. ഇത്രയും ഡിനോമിനേറ്റർ ആണ്. ഓക്കെ, പിന്നെ F എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്. ഇവിടെ ലോഞ്ചിറ്റ്യൂഡിനൽ ഫ്രിക്ഷൻ ആണ്. ഇവിടെ F ഡിനോട്ട് ചെയ്യുന്ന ലോഞ്ചിറ്റ്യൂഡിനൽ ഫ്രിക്ഷൻ ആണ്. അത് കിലോമീറ്റർ, അതിന്റെ സ്പീഡ് അനുസരിച്ച് ഓരോ സ്പീഡിന് ഓരോ F വാല്യൂ ഉണ്ട്. അത് ഇവിടെ ടേബിളിൽ തന്നിട്ടുണ്ട്. ജനറൽ ആയിട്ട് വേരി ചെയ്യുന്ന വാല്യൂ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു 0.35 തൊട്ട് 0.4 വരെ വേരി ചെയ്യും. അപ്പൊ അതിനിടയ്ക്ക് വരുന്ന വാല്യൂസ് ആണ് ബാക്കി. 30 ആണെങ്കിൽ 0.4, 40 ആണ് 0.38, 50 ആണ് 0.34, 60 ആണ് 0.36, 80 ഗ്രേറ്റർ ദാൻ 80 ആണെങ്കിൽ 0.35 വാല്യൂ ഓഫ് F. ക്വസ്റ്റിനെ തന്നിരിക്കും കേട്ടോ. പ്രോബ്ലം ചോദിക്കുകയാണെങ്കിൽ ക്വസ്റ്റിനെ തന്നിരിക്കും. ഓക്കെ, ഇനി 2-വേ ട്രാഫിക് സിംഗിൾ ലൈൻ റോഡാണ് എടുക്കുന്നെങ്കിൽ 2-വേ ട്രാഫിക് സിംഗിൾ ലൈൻ റോഡ് എന്ന് പറഞ്ഞാല് സിംഗിൾ ലൈൻ ആണ് വരുന്നത്. അതിനകത്ത് രണ്ട് വേ ട്രാഫിക്, രണ്ട് വേ സിംഗിൾ ലൈൻ, ഒറ്റ ലൈനെ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അതിന്റെ മീഡിയം കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ അങ്ങനെയുള്ളിടത്ത് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 ടൈംസ് സ്റ്റോപ്പിംഗ്. നോർമലി കിട്ടുന്ന സിംഗിൾ ലൈനിൽ കിട്ടുന്ന ദിസ് ഈസ് ഫോർ സിംഗിൾ ലൈൻ ആകട്ടെ, ഇത് സിംഗിൾ ലൈനാണ്. ആൻഡ് 1 വേ.
വൺ വേയുടെ ആൻസർ ആണ് ഈ പറഞ്ഞ. ഇനി ടു വേ ആണെങ്കിൽ അതിന്റെ ഡബിൾ എടുക്കുക. ടു വേ ആണെങ്കിൽ 2 ടൈംസ് സിംഗിൾ വേയിൽ അല്ലെങ്കിൽ വൺ വേയിൽ കിട്ടുന്നതിന്റെ 2 ടൈംസ് എടുക്കണം ടു വേയിലെ ട്രാഫിക് കിട്ടണമെങ്കിൽ. ഇനി വൺ വേ ട്രാഫിക് വിത്ത് സിംഗിൾ ഓർ മോർ ലെയിൻ ഓർ ടു വേ ട്രാഫിക് വിത്ത് മോർ ദാൻ സിംഗിൾ ലെയിൻ. മിനിമം എന്ന് പറയുന്നത് എല്ലാത്തിനും മിനിമം എന്ന് പറയുന്നത് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസിന് ഈക്വൽ ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും ഇന്ന് മതി. നാളെ ഇതിന്റെ ബാക്കി ഞാൻ റെക്കോർഡ് സെക്ഷൻ ഇട്ട് തരാം. കാരണം ഇതിന്റെ ഈ ഇക്വേഷനകത്ത് കുറച്ച് എഫിഷ്യൻസിയും കാര്യം കൂടി ഇൻക്ലൂഡ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അത് ഞാൻ റെക്കോർഡ് സെക്ഷൻ ആയിട്ട് തരാം. അതിന്റെ പ്രോബ്ലംസ് റെക്കോർഡ് ആയിട്ട് തരാം. അപ്പൊ പ്രോബ്ലംസ് പെട്ടെന്ന് കണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ.